നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ഇന്ന് കേരളത്തിന് വികസനോത്സവമായിരുന്നു. മലയാളിക്ക് പുത്തൻ യാത്രാനുഭവം പകർന്ന് വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് കുതിച്ചു. ആദ്യ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പ്രത്യേക വേദിയിലായിരുന്നു ഫ്ളാഗ് ഓഫ്. വന്ദേ ഭാരത് സർവീസ് മംഗളൂരു വരെ നീട്ടുമെന്നും സൂചനയുണ്ട്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേരളത്തിനും ഇനി വന്ദേ ഭാരതിന്റെ വേഗം. അഭിമാന ട്രെയിൻ സർവീസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചക്കൊടി കാട്ടി. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട യാത്രക്കാരുമായി വന്ദേ ഭാരത് കുതിച്ചു പാഞ്ഞു. The historic moment has arrived. The green flag is shown. The train has started. History has been created. A milestone achievement in the history of railways in Kerala and a proud moment for all Keralites. കേരളത്തിന്റെ വികസനത്തിന്റെ തുടക്കമെന്നാണ് പ്രധാനമന്ത്രി വന്ദേ ഭാരതിനെ വിശേഷിപ്പിച്ചത്. ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറുന്ന ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഓടിക്കയറുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞു. केरला बहुत ही जागरूक, समझदार और शिक्षित लोगों का प्रदेश है. यहां के लोगों का सामर्थ्य, यहां के लोगों की विनम्रता, उनका परिश्रम उनकी एक विशिष्ट पहचान बनाता है. അടിപൊളി വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് സദസ്സിനെ ആവേശത്തിലാക്കി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. Today a new attraction has been added. As the young people of Kerala will say, Adipoli Vande Bharat. So to the Adipoli Vande Bharat, now you have a Adipoli travel experience. So I thank Honorable Prime Minister for giving this wonderful gift, superb gift to the people of Kerala. 4 വർഷത്തിനുള്ളിൽ വന്ദേ ഭാരത് പരമാവധി വേഗം കൈവരിക്കും. അപ്പോൾ 5.5 മണിക്കൂറിൽ കാസർഗോഡ് എത്താമെന്നും റെയിൽവേ മന്ത്രിയുടെ വാഗ്ദാനം. വന്ദേ ഭാരത് അനുവദിച്ച കേന്ദ്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പറഞ്ഞു. I am sure that if the union and state governments work together with dedication, we can achieve wonders in such areas. In the days to come, let us make the development of Kerala a touchstone of cooperative federalism. I conclude by placing on record Kerala's gratitude to you for allocating a Vande Bharat train for us. സംസ്ഥാനത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ സർവീസാണ് വന്ദേ ഭാരത്. കാസർഗോഡ് വരെയാണ് ഇപ്പോൾ സർവീസെങ്കിലും വൈകാതെ മംഗലാപുരം വരെ ദീർഘിപ്പിച്ചേക്കും. ഇന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരികെ സർവീസ് ഉണ്ടാകില്ല. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് തിരിക്കും. 28 മുതൽ രാവിലെ 5:30 തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും തിരികെ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്തേക്കും എന്ന പതിവ് സമയക്രമത്തിലേക്ക് മാറും. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ റെയിൽവേ മേഖലയുടെ സമഗ്ര വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. 2033 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ മാത്രം റെയിൽവേയിൽ നടത്തുന്നത്. തിരുവനന്തപുരം ഷൊർണൂർ റെയിൽവേ പാത വേഗം കൂട്ടുന്നതോടെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും. തിരുവനന്തപുരം, വർക്കല, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഷൊർണൂർ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള പദ്ധതിക്കും തുടക്കമാവുകയാണെന്നും പ്രധാനമന്ത്രി. आज तिरुवनंतपुरम शोरानूर सेक्शन को भी सेमी हाई स्पीड ट्रेनों के लिए तैयार करने के प्रोजेक्ट पर काम शुरू हुआ है. जब ये काम पूरा हो जाएगा तो तिरुवनंतपुरम से लेकर मैंगलोर तक सभी में भी हम हाई स्पीड ट्रेन चला पाएंगे. വൈദ്യുതീകരിച്ച ഡിണ്ടിഗൽ, പളനി, പാലക്കാട് സെക്ഷനും നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരം ഷൊർണൂർ ഭാഗത്തെ വേഗം വർദ്ധിപ്പിക്കൽ, നേമം, കൊച്ചുവേളി ഉൾപ്പെടുന്ന തിരുവനന്തപുരം റെയിൽവേ മേഖലയുടെ സമഗ്ര വികസനം എന്നീ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഡിസൈൻ മികച്ച നിലവാരം പുലർത്തുന്നതാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. നേമം, കൊച്ചുവേളി സ്റ്റേഷനുകളും കേന്ദ്ര റെയിൽവേ മന്ത്രി സന്ദർശിച്ചു. Within next 48 months, from Trivandrum to Mangalore,
should be done within 6 hours. Trivandrum to Kasaragod should be done within 5.5 hours. Thiruvananthapuram Central has a very unique architecture. So how do we now construct a world-class railway station while maintaining this unique architecture? So we have taken up that challenge, deployed best of the architects, and with that vision of Prime Minister, we are rebuilding all these stations. സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചാകും 3 റെയിൽവേ സ്റ്റേഷനുകളുടെയും പുനർനിർമ്മാണം. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ ആദ്യ ജല മെട്രോ പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇതാണ് കൊച്ചി മെട്രോയുടെ ബോട്ട്, അതായത് വാട്ടർ മെട്രോയുടെ ബോട്ട്. പോണ്ടൂണുകൾ എന്നാണ് ഈ ജെട്ടിക്ക് പറയുക. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡിംഗ് ഡോറാണ്, ഇത് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഇതിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉള്ള സംവിധാനങ്ങൾ, അതിനുള്ള സുരക്ഷാ മുൻകരുതലുകളും മറ്റും ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സൂപ്പറാണ്. AC എല്ലാം സെറ്റപ്പ് ചെയ്തേക്കണം. പിന്നെ സ്ലൈഡിംഗ് ഡോറ്. പിന്നെ ഇപ്പം എന്താണ്, നമ്മുടെ ഫസ്റ്റ് വാട്ടർ മെട്രോ ആണല്ലോ ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു വിപ്ലവം തന്നെയാണ് എല്ലായിടത്തും. ഇത് ഫുൾ സസ്റ്റൈനബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല ഇത് ഇലക്ട്രിക് ആണ്, ഫാസ്റ്റ് ചാർജിങ് ആണെന്നും കൂടെ പറഞ്ഞ് എബൌട്ട് 50 minutes അത്രയൊക്കെ എടുക്കും. ഈ ഗസൽ ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറയും. ഇതിൽ നമുക്ക് ഈ ബോട്ടിൻ്റെ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി ചെയ്യേണ്ട കാര്യമില്ല, ഇതിൽ നിന്നെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഫുൾ കാര്യങ്ങൾ ഇതിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇത് റൂട്ടിൻ്റെ ട്രാക്കാണ്. നമുക്ക് നമ്മൾ പോകേണ്ട റൂട്ടെല്ലാം ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരെ നമുക്ക് ആ റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. ഒരിക്കലും വേറൊരു വഴി മാറിപ്പോകത്തില്ല. ഏതായാലും കൊച്ചിയുടെ അഭിമാനമായി മാറുകയാണ് വാട്ടർ മെട്രോയും. കൊച്ചി മെട്രോയ്ക്ക് പിന്നാലെ അഭിമാനമായി മാറുകയാണ് വാട്ടർ മെട്രോയും. കൊച്ചി മെട്രോയെ അപേക്ഷിച്ച് കൂടുതൽ വയബിൾ ആകും ഈ വാട്ടർ മെട്രോ എന്നാണ് KMRLന്റെ കൂടെ ഒരു വിലയിരുത്തലുള്ളത്. ഷൊർണൂരിൽ വന്ദേഭാരത് ട്രെയിനിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്തു. VK ശ്രീകണ്ഠൻ MPയുടെ പോസ്റ്ററുകളാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ഒട്ടിച്ചത്. സ്റ്റേഷനിലെ RPF ഉദ്യോഗസ്ഥർ പോസ്റ്ററുകൾ ഇളക്കിമാറ്റി. അതേസമയം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്ന് VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ആരൊക്കെയോ മഴവെള്ളത്തിൽ ഒട്ടിച്ച് പടമെടുത്തതാണെന്നും VK ശ്രീകണ്ഠൻ ആരോപിച്ചു. ആരോ ഇതിന്റെ മുകളിൽ വെച്ച് ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിക്കുകയാണ്. ഈ വ്യാജ പ്രചരണം ആരും വിശ്വസിക്കരുത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു കേസിൽ ഞാൻ ഇതുവരെ പ്രതിയല്ല. അത്തരത്തിലുള്ള ഒരു നീക്കും ആർക്കും അനുകൂലമായിട്ട് നമ്മൾ നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ആളാണ്. തെറ്റായി എനിക്കെതിരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെ ചില ആളുകൾ മെനക്കെട്ടിരുന്ന് സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഞാൻ പറയാൻ, വ്യക്തമായ തെളിവ് എൻ്റെ അടുത്തുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരും പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. അതിന്റെ മുകളിൽ വെച്ച് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിക്കും. എല്ലാ മതവിശ്വാസികൾക്കും സംരക്ഷണം ഒരുക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച് ക്രൈസ്തവ സഭ മതമേലധ്യക്ഷന്മാർ. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണമെന്ന് സഭാധ്യക്ഷന്മാർ ആവശ്യപ്പെട്ടു. ദളിത് ക്രൈസ്തവരുടെ സംവരണത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സഭാ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. സഭയുടെ ആശങ്കകൾ തന്റെ ശ്രദ്ധയിലുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആശങ്കകളും ആവശ്യങ്ങളും പ്രധാനമന്ത്രിയെ അറിയിച്ചതായി ക്രൈസ്തവ സഭ മതമേലധ്യക്ഷന്മാർ പറഞ്ഞു. റബ്ബറിന് താങ്ങുവില ഉയർത്തണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മലയോര മേഖലയിലെ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ദളിത് ക്രൈസ്തവരുടെ സംവരണത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണം. രാജ്യത്തെ വികസന വിഷയങ്ങളും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളും ചർച്ചയായി. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ ഹൃദ്യമായിരുന്നു. അദ്ദേഹം വളരെ തുറന്ന് ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഒന്നായി കാണുന്നെന്നും കേരളവും അദ്ദേഹത്തിൻ്റെ വികസന പരിപാടികളിൽ സഹകരിക്കാൻ തയ്യാറാകണമെന്നുമൊക്കെ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു.
വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയെ ബിഷപ്പുമാർ അഭിനന്ദനം അറിയിച്ചു. കേരളത്തിനായി കൂടുതൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടു. സഭാതർക്കം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി യാക്കോബായ സഭാ മെത്രാപ്പൊളിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ പോകുന്ന സഭാ നിയമനിർമ്മാണത്തിന് പ്രധാനമന്ത്രിയുടെ പിന്തുണ ആവശ്യപ്പെട്ടു. ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി. ന്യൂസ് 18 കൊച്ചി. ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി തനിച്ച് കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. മറ്റ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഓർത്തഡോക്സ് സഭാ തലവന്റെ സന്ദർശനം. സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ന്യൂസ് 18നോട് പറഞ്ഞു. കൂടിക്കാഴ്ച ഒരു സൗഹൃദമായ കൂടിക്കാഴ്ച എന്നുള്ളത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വന്നപ്പോൾ ഞാൻ ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷനായിട്ട് എന്നെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പോയി കണ്ടു. രാജ്യത്തിന്റെ പുരോഗതിക്ക് എല്ലാവരുടെ സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയായിട്ടും ചാരിറ്റി പ്രസ്ഥാനങ്ങൾ വഴിയായിട്ടും ഭാരതത്തിന്റെ ഇന്റഗ്രേഷന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സഭയ്ക്ക് പ്രത്യേകിച്ച് ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല. മലങ്കര സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്കൊക്കെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടാകും. മലങ്കര സഭയ്ക്ക് ഭീഷണി ഉണ്ടാകും. ഒറ്റപ്പെട്ട ഒരിക്കൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് ദിനം ഒരു പള്ളിയിൽ ഒരു ആക്രമണമൊക്കെ ഉണ്ടായി ഓർത്തഡോക്സ് സഭയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെയും അങ്ങനെയുള്ളതായ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റിലീജിയസ് ടോളറൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആ ഒരു നല്ല നിലവാരം പുലർത്തണമെന്നുള്ളതായിരിക്കുന്ന അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ്. അത് അവർ പാലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതൊന്നും റിലീജിയസ് ടോളറൻസിന്റെ ദോഷങ്ങളോ ഗുണങ്ങളോ അല്ലെങ്കിൽ അതില്ല എന്നുള്ളതോ ഒന്നും മോഡിയോട് പറഞ്ഞു തന്നു. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ബിജെപിക്ക് നേട്ടമുണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ. എന്തോ നേട്ടമുണ്ടായെന്ന വ്യാജ പ്രചാരണം കേരളത്തിൽ നടത്തുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒന്നും ബിജെപിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ല. പക്ഷെ എന്തോ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വളരെ ശക്തിയായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്ന് മാത്രമേ ഉള്ളൂ. തീവ്രവാദ ഭീഷണിയും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങൾക്കും ഇടയിൽപ്പെട്ടുകൊണ്ടാണ് ഇവർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് ചിത്രം. പ്രധാനമന്ത്രി കള്ളപ്രചാരണം നടത്തുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പിണറായി സർക്കാർ വന്നതുകൊണ്ടാണ് ഹൈവേ വികസനം യാഥാർത്ഥ്യമായത്. അതും 25% തുക കൊടുക്കാൻ തയ്യാറായതുകൊണ്ട്. കേരളത്തിന് കോച്ച് ഫാക്ടറിയും എയിംസും ഇല്ല. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന പരിപാടിയായി പ്രധാനമന്ത്രിയുടെ പരിപാടി മാറിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 25% ഭൂമി ഏറ്റെടുക്കുന്ന പണത്തിൽ കിഫ്ബി വഴി കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് നാഷണൽ ഹൈവേ തന്നെ ഇന്നത്തെ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് യുവം 2023 പോയതെന്ന് എം കെ സാനു. നെഹ്റുവിന്റെയും വി പി സിംഗിന്റെയും പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. സംഘാടകർ ക്ഷണിച്ചിരുന്നുവെന്നും തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമില്ലെന്നും എം കെ സാനു പറഞ്ഞു. എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കണം എന്നുണ്ടായിരുന്നു. പ്രസംഗം കേൾക്കാൻ തന്നെയാണ് ഞാൻ പോയത്. പ്രസംഗം കേട്ടു മടങ്ങിപ്പോന്നു. ഈ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ ആരുണ്ടായാലും കേൾക്കാം. മുൻപ് നെഹ്റു വന്ന പ്രസംഗിക്കാൻ പോകും. വി പി സിംഗിൻ്റെ പ്രസംഗം ശ്രദ്ധയോട് കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇദ്ദേഹവും വളരെ ഇന്ത്യയിലെ ജനങ്ങളെ വശീകരിക്കുന്ന പ്രസംഗ പാഠവുമുള്ള വ്യക്തിയാണ്. കേട്ടിട്ടുണ്ട്. പ്രസംഗം കേൾക്കാൻ ഞാൻ പോയി. പ്രസംഗം കേട്ടു മടങ്ങിപ്പോന്നു. ഷെയ്ൻ നിഗത്തിനും ശ്രീനാഥ് ഭാസിക്കും വിലക്ക് ഏർപ്പെടുത്തി ഫെഫ്ക. ഇവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചു. സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുമില്ല. സംഘടന തയ്യാറാക്കിയ കരാറിൽ ഒപ്പിടാനും തയ്യാറാകുന്നില്ലെന്നും ഫെഫ്ക പ്രതിനിധികൾ പറഞ്ഞു. സെറ്റിൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിലക്കുമെന്ന് ഫെഫ്ക. ക്യാമറ ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികൾക്കും പരസ്പര ബന്ധമെന്ന് വി ഡി സതീശൻ. കരാർ നേടിയ SRITയും രണ്ടാമതെത്തിയ അശോകയും തമ്മിൽ കെ-ഫോണിൽ ബന്ധമുണ്ട്. പുറത്തുനിന്നുള്ള 2 കമ്പനികൾ SRITയെ സഹായിക്കാമെന്ന് കത്ത് നൽകി. കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് കെൽട്രോൺ മറുപടി നൽകണം. SRITക്ക് കരാർ കിട്ടാൻ 2 കമ്പനികൾ തുക കൂട്ടിക്കാണിച്ചെന്നും വി ഡി സതീശൻ.
സ്രിറ്റിന് കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി മറ്റ് 2 കമ്പനികളെ കൊണ്ട് കൂടി അവർ കൊടുത്തതിനേക്കാൾ കൂടുതൽ റേറ്റ് ഇട്ട് കൊടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാർട്ടൽ ഫോം ചെയ്തിട്ടാണ്, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കാർട്ടൽ, 3 കരാറുകാരും കൂടി ഒരു കാർട്ടൽ ഫോം ചെയ്തിട്ട് അതിൽ കിട്ടേണ്ട ആൾക്ക് ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത് L1 വന്നു സ്രിറ്റ്. അപ്പൊ 2ാമതും 3ാമതും വന്ന കമ്പനികൾക്ക് സ്രിറ്റുമായി ബന്ധമുണ്ട്, സ്രിറ്റുമായി ഇടപാടുകളുള്ള കമ്പനികളാണ്. അതാണ് ഇത്രയും വലിയ തുക. ഇല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും ടെൻഡർ ചെയ്യാൻ വന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ തുക കിട്ടില്ലായിരുന്നു. ഈ 232 കോടി അല്ലെങ്കിൽ 151 കോടി, മേജർ അതാണല്ലോ മെയിൻ്റനൻസ്, 151 കോടി രൂപയുടെ കരാറ് പോകില്ലായിരുന്നു. അപ്പൊ കരാറിന്റെ ഘട്ടത്തിൽ തന്നെ ഇവർ ഈ കാർട്ടൽ ഫോം ചെയ്തിട്ടാണ് ഈ സ്രിറ്റ് ഇത് പിടിക്കുന്നത്. AI ക്യാമറ അഴിമതി ആരോപണത്തിൽ പ്രതികരണവുമായി MP ഗോവിന്ദൻ. എല്ലാ പദ്ധതി വരുമ്പോഴും അഴിമതി ആരോപണം ഉണ്ടാകും, സർക്കാർ തന്നെ മറുപടി പറയുമെന്നും സർക്കാർ എന്ത് ചെയ്താലും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും സംശയമാണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് ചെയ്താലും ഒരു സംശയത്തിന്റെ മുളയിൽ നിർത്തിയിട്ട് അതിന്റെ മെറിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരമായ പണി പ്രതിപക്ഷവും ഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ പറയുന്ന അഴിമതിയുടെ വലിപ്പമല്ലല്ലോ പ്രശ്നം, അത് സത്യസന്ധമായിട്ട് പരിശോധിക്കുകയല്ലേ വേണ്ടേ? അത് പരിശോധിക്കട്ടെ, ഗവൺമെന്റ് തന്നെ അതിന് കൃത്യമായ മറുപടി വരും. ഞങ്ങളതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പാർട്ടി കേന്ദ്രം വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ കേരളം. NCERT ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. മുഗൾ ചരിത്രം, ഗുജറാത്ത് കലാപം അടങ്ങിയ ഭാഗങ്ങൾ പഠിപ്പിക്കാനായി SCERT സപ്ലിമെന്ററി പാഠപുസ്തകം അച്ചടിച്ച് പുറത്തിറക്കും. ആലപ്പുഴ കോടതിയിലെ വ്യാജ അഭിഭാഷക സെസി സേവ്യർ 1.25 വർഷത്തിനു ശേഷം കീഴടങ്ങി. ബാർ അസോസിയേഷൻ നൽകിയ പരാതിയിൽ മാസങ്ങളായി പോലീസ് സെസിയെ തിരയുകയായിരുന്നു. വ്യാജ എൻറോൾമെന്റ് നമ്പറിലാണ് സെസി അഭിഭാഷകയായി പ്രവർത്തിച്ചത്. നിയമ സംവിധാനങ്ങളെയും അഭിഭാഷക അസോസിയേഷനെയും ഒരുപോലെ കബളിപ്പിച്ചാണ് രാമങ്കര സ്വദേശി സെസി സേവ്യർ വ്യാജരേഖകൾ ചമച്ച് അഭിഭാഷകയായി ആലപ്പുഴ കോടതിയിലെത്തുന്നത്. ചുരുങ്ങിയ നാളുകൾക്കകം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏറ്റവും അധികം വോട്ടുകൾ നേടി സെസി ലൈബ്രറിയനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2.5 വർഷത്തോളം ജില്ലാ കോടതിയിൽ കോടതി നടപടികളിൽ പങ്കെടുക്കുകയും ഒട്ടേറെ കേസുകളിൽ അഭിഭാഷക കമ്മീഷനായി പോകുകയും ചെയ്തെങ്കിലും തട്ടിപ്പ് ആരും അറിഞ്ഞില്ല. 2021 സെസിയുടെ യോഗ്യതയെക്കുറിച്ച് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ രേഖകൾ ഹാജരാക്കണമെന്ന് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. പിന്നീട് മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചാണ് സെസി എൻറോൾ ചെയ്തതെന്ന് കണ്ടെത്തുകയായിരുന്നു. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഭിലാഷ് സോമൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തത്. തുടർന്ന് സെസി ഒളിവിൽ പോയി. സെസി ഒരിക്കൽ കീഴടങ്ങാൻ ശ്രമിച്ചെങ്കിലും കോടതി വളപ്പിൽ പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വീണ്ടും മുങ്ങി. ഒടുവിൽ നോർത്ത് പോലീസ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. തുടർന്ന് നീണ്ട 1.25 വർഷത്തിനു ശേഷമാണ് ഇന്ന് രാവിലെ 9:30 ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ഇവർ കീഴടങ്ങിയത്. റിമാൻഡ് ചെയ്ത സെസിയെ ആലപ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. ആലപ്പുഴയിലെ അഭിഭാഷകർ സെസിക്കായി ഹാജരാകാൻ തയ്യാറാകാതിരുന്നതിനാൽ കായംകുളത്ത് നിന്നുള്ള അഭിഭാഷകരാണ് ഇവർക്കായി കോടതിയിലെത്തിയത്. വ്യാജരേഖ ചമയ്ക്കൽ, ആൾമാറാട്ടം, വഞ്ചനാ കുറ്റം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സെസിക്കെതിരെ നോർത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. തൃശൂരിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. തൃശൂരിലെ തിരുവില്ലാമല അശോക് കുമാറിന്റെ മകൾ ആദിത്യശ്രീയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 അപകടം. പുതപ്പിനുള്ളിൽ കിടന്ന് ഗെയിം കളിക്കുന്നതിനിടെയാണ് ഫോൺ പൊട്ടിത്തെറിച്ചത്. ആദിത്യശ്രീയുടെ അമ്മയും അച്ഛനും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. വലിയ ശബ്ദത്തോടെയാണ് ഫോൺ പൊട്ടിത്തെറിച്ചത്. ഫോറൻസിക് സംഘം വീട്ടിൽ പരിശോധന നടത്തി. അപകട സമയത്ത് ഫോൺ ചാർജിലായിരുന്നില്ല എന്നാണ് നിഗമനം. റെഡ്മി 5 Pro ഫോണാണ് പൊട്ടിത്തെറിച്ചത്. മുത്തശ്ശിയും കുട്ടിയും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. മുത്തശ്ശി അടുക്കളയിൽ പോയി തിരികെ എത്തുമ്പോൾ വലിയ ശബ്ദത്തോടെ കുഞ്ഞിന്റെ കയ്യിലിരുന്ന ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അശോകൻ സൗമ്യ ദമ്പതികളുടെ ഏക മകളാണ് മരിച്ച ആദിത്യശ്രീ. തിരുവില്ലാമല പുനർജനിയിലെ ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ന്യൂസ് 18 തൃശൂർ.
എലത്തൂർ തീവെപ്പ് കേസിന്റെ അന്വേഷണ ഫയലുകൾ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം എൻഐഎക്ക് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥനായ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ്പി പി വിക്രമനാണ് അന്വേഷണ ഡയറി ഉൾപ്പെടുന്ന ഫയലുകൾ എൻഐഎ സംഘത്തിന് കൈമാറിയത്. നിരോധിത സംഘടനയായ PFIക്കെതിരായ നടപടി കടുപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസി. ഗോവയ്ക്ക് പുറമെ 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എൻഐഎ റെയ്ഡ്. ബീഹാറിലെ മോതിഹാരിയിലുള്ള സജ്ജാദ് അൻസാരിയുടെ വീട്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബിലെ ലുധിയാന, ഗോവ എന്നിവിടങ്ങളിലെ 17 സ്ഥലങ്ങളിലുമാണ് പരിശോധന. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം സായാഹ്ന വിവാഹം. ഇരിങ്ങാലക്കുട സ്വദേശി നിതീഷ് രാമചന്ദ്രനും മഞ്ചേരി സ്വദേശി സംഗീതയും തമ്മിലുള്ള വിവാഹമാണ് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് സായാഹ്ന വിവാഹം നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. കുസാറ്റിന്റെ പുതിയ VCI ഡോക്ടർ PG ശങ്കറിനെ നിയമിച്ചു. താൽക്കാലിക VCI ആയിരുന്ന ഡോക്ടർ KN മധുസൂദന്റെ ഔദ്യോഗിക കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ഹൃദയസ്തംഭനത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നടൻ മാമുക്കോയുടെ നിലയിൽ നേരിയ പുരോഗതി. മലപ്പുറം വണ്ടൂർ കാളികാവിൽ ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം സൗദി അറേബ്യയിലേക്ക് തിരിച്ചു. INS സുമേധ എന്ന കപ്പലിലാണ് സുഡാൻ തുറമുഖത്തിൽ നിന്ന് ജിദ്ദയിലേക്ക് സംഘം യാത്ര ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 278 പേർ സംഘത്തിലുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. അജിങ്ക്യ രഹാനെ ടീമിൽ തിരിച്ചെത്തി. 15 അംഗ സംഘത്തിൽ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ എന്നീ 3 സ്പിന്നർമാരുണ്ട്. 5 പേസർമാരും ടീമിലുണ്ട്. KS ഭരതാണ് വിക്കറ്റ് കീപ്പർ. ലണ്ടനിലെ ഓവലിൽ ജൂൺ 7 മുതൽ 11 വരെ ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. പൂർണ്ണമാകുന്നു ബുള്ളറ്റിൻ. നമസ്കാരം.